ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റോംകോം ലിപ്റ്റിക് ഷെയ്ഡിനെ കുറിച്ചിട്ടാണ്. 2025 ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലിപ് ഷെയ്ഡിങ് രീതിയാണ് ഈ റോംകോം ലിപ് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള, എലഗന്റ് ആയിട്ടുള്ള, നോർമൽ ലുക്ക് ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് രീതിയാണ് ഈ റോംകോം ലിപ് മേക്കപ്പ് എന്ന് പറയുന്നത്. അത് മിനുസമുള്ള മൃദുവായിട്ടുള്ള ഒരു ഷെയ്ഡിങ് ആണ് നമുക്ക് ഇതിൽ കൂടി ലഭിക്കുന്നത്. അതുപോലെ തന്നെ പൂർണ്ണ മേക്കപ്പ് നമ്മൾ പറയത്തില്ല, നല്ല ഹെവി മേക്കപ്പിന് പകരം ഒരു നാച്ചുറൽ ആയിട്ടുള്ള നോർമൽ ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ല ഒരു മേക്കപ്പ് രീതിയാണ്. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ തരത്തിലുള്ള ഒരു മേക്കപ്പ് രീതിയാണ്. അവർക്കൊരു സ്വാഭാവികത, അത് നോർമൽ ആയിട്ടുള്ള അവരുടെ ഒരു സൗന്ദര്യമാണെന്നുള്ള രീതിയിൽ മേക്കപ്പിനെ കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. കൂടുതൽ ഹെവി പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാണ്ട് തന്നെ ഒരു മിനിമം മേക്കപ്പിലേക്ക്, അതായത് മൂൺലൈറ്റ് മേക്കപ്പ്, ഞാൻ മുമ്പൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. 2025 ഏറ്റവും ട്രെൻഡിങ് ആവുന്ന മൂൺലൈറ്റ് മേക്കപ്പാണ്. അതായത് ഒരു സ്വാഭാവികത നിലനിർത്തിയുള്ള ഐക്കും ലിപ്പിനും കൂടുതൽ ഫോക്കസിങ് കൊടുത്തിട്ടുള്ള മേക്കപ്പ് രീതിയാണ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ റോംകോം ലിപ് ഷെയ്ഡിങ് വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ആക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. അതായത് ഇതിൻ്റെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് നമ്മൾ ഇതിന് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ലിപ് ബാം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലിപ്പിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനായിട്ട് ലിപ് ബാം യൂസ് ചെയ്യുന്നതിനോട് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഈ ലിപ് ബാം യൂസ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ ലിപ്പ് നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ, ഡെഡ് സ്കിൻസ് ഒക്കെ ധാരാളമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമ്മൾ ലിപ്പ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. വളരെ നല്ല ഒരു ലുക്ക് ഫീൽ ചെയ്യാനായിട്ട്, ഒട്ടും ഡ്രൈനെസ് ഇല്ലാതെ നമുക്ക് ആ ദിവസം മുഴുവൻ ഈ ലിപ് ഷെയ്ഡ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് ലിപ്പ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. അതിനുശേഷം ലിപ് സ്റ്റെയിൻ അല്ലെങ്കിൽ ടിൻറ്റ് യൂസ് ചെയ്യുക. ഇത് നമുക്ക് ലിപ്റ്റിക്ക് കുറച്ച് ലാസ്റ്റ് ചെയ്യാനായിട്ടും ഒരു നോർമൽ ലുക്കിലേക്ക് ലിപ്പിനെ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഇത്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സെമി മാറ്റ് ലിപ്റ്റിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതായത് ഫുൾ മാറ്റല്ല, ഒരു സെമി മാറ്റ് ലിപ്റ്റിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ കണ്ടമാനം ഗ്ലോസി അല്ല, മാറ്റും അല്ലാത്ത ഒരു ഫിനിഷിങ് രീതിയാണ് ഇത്. നമ്മൾ ഇതിൻ്റെ വേറൊരു പേരായിട്ട് പറയുന്നത് കിഡ്സ് ലിപ് ലുക്ക് എന്നാണ് പറയുക. ആ കിഡ്സിൻ്റെ ലിപ് ലുക്ക് മാതിരിയാണ് ഈ ലിപ്റ്റിക്ക് ഈ ലിപ് ഷെയ്ഡ് വരുന്നത്. അതുപോലെ തന്നെ ചുണ്ടുകൾക്കൊരു നല്ല സ്വാഭാവികതയും നല്ലൊരു മൃദുത്വവും ലഭിക്കുന്ന, ഒട്ടും വെയിറ്റ് ഇല്ലാത്ത, തീരെ കനം തോന്നാത്ത നോർമൽ ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇതുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് നമ്മൾ പിങ്ക് ഷെയ്ഡുകൾ, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ന്യൂഡ് ഷെയ്ഡുകൾ, ലാവണ്ടർ ഷെയ്ഡുകളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഹെവി കളേഴ്സിന് യൂസ് ഇല്ല ഇതിൽ. ലാവണ്ടർ, പിങ്ക്, അതുപോലെ തന്നെ ന്യൂഡ് ഷെയ്ഡുകളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ ഈ മധ്യഭാഗത്തായിട്ട് നമ്മളൊരു ചെറിയ ലിപ് ഹൈലൈറ്ററും യൂസ് ചെയ്യും. അതായത് നമുക്ക് ചുണ്ടിൻ്റെ ആ ഒരു ഷേപ്പ് എടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ചുണ്ടിൻ്റെ ഒരു സ്വാഭാവികത ഫീൽ ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ചുണ്ടിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ ഒരു ലിപ് ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത്. വളരെ അടിപൊളി ഒരു ലുക്കാണ്. ഒത്തിരി സെലിബ്രിറ്റീസ് ഇപ്പോൾ മിക്കവാറുള്ള ഫംഗ്ഷനുകളിലെല്ലാം സെലിബ്രിറ്റീസിനൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയുള്ള ലിപ്പ്, ചെറിയ നനവ് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ലിപ്പുമായിട്ടാണ് അവർ മേക്കപ്പുമായിട്ട് വന്നിരിക്കുന്നത്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മേക്കപ്പാണ് ഇത്. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് മേക്കപ്പിൽ ഇത് ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ മിനിമം മേക്കപ്പ് ആഗ്രഹിക്കുന്നവർക്ക്, സിമ്പിൾ മേക്കപ്പും മിനിമം മേക്കപ്പും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മേക്കപ്പ് രീതിയാണ്. പ്രത്യേകിച്ച് പകലത്തെ ഫംഗ്ഷനൊക്കെ അടിപൊളി ഒരു മേക്കപ്പ് രീതിയാണ്. ഒട്ടും ഒരു ഹെവി ലുക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം ഇതേ ഷെയ്ഡുകളിലുള്ള നമ്മൾ ബ്ലഷും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ പറയാൻ പറ്റില്ല, അത്രമേൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ 2025 മേക്കപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പഴയ ആ രീതികളൊന്നുമല്ല. മൂൺലൈറ്റ് മേക്കപ്പാണ്. പ്രത്യേകിച്ച് ചുണ്ടിനും കണ്ണിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മേക്കപ്പാണ്. അതും സ്വാഭാവിക നിറവും നോർമൽ ലുക്കും ഫീൽ ചെയ്യുന്ന, സ്വാഭാവികതയും നോർമൽ ലുക്കും ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പം മേക്കപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും വെയിറ്റ് തോന്നാത്ത, വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ തരത്തിലുള്ള മേക്കപ്പുകളാണ് ഇപ്പം
ബ്രൈഡ്സ് ആണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇപ്പം ഞങ്ങളൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ പോകുമ്പോൾ എല്ലാത്തിനും ആളുകൾ കൂടുതൽ പരിഗണിക്കുന്നത് ഈ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മേക്കപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ റോംകോം മേക്കപ്പ്, ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്താണെന്നും അതുപോലെ മൂൺലൈറ്റ് മേക്കപ്പ് എന്താണെന്നും. അപ്പോൾ ഇതുപോലെയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.